ചെങ്കോട്ടുകോണത്ത് സരിത എന്ന യുവതിയെ ബിനു എന്ന പരിചയക്കാരൻ അപായപ്പെടുത്തിയ ഈ ഒരു വീട്ടിൻ്റെ സമീപത്തുള്ള അയൽവാസിയായ സുരേഷ് ഈ സംഭവത്തിൽ നമ്മളോട് പ്രതികരിക്കുവാനായി ചേരുകയാണ്. താങ്കൾ ഈ സംഭവം നേരിട്ട് കണ്ടിരുന്നു അല്ലേ? കണ്ടിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 8-8:30 മണിയാവും തോന്നുന്നു. ഞാൻ അവിടെ കുളിച്ചുകൊണ്ട് നിൽക്കുക, എൻ്റെ വീട് അതാണ്. അപ്പോൾ ഞാൻ അവിടെ കുളിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഈ തീരെ വെട്ടം കാണുന്നത്. അങ്ങനെ ഞാൻ ഓടി വരുമ്പോൾ ഇവിടെ ഒരു പുരുഷൻ കിടക്കുകയായിരുന്നു. അയാളെ ഈ ഒരു ഭാഗം വെന്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അയാളെ അടുത്ത് തിരിച്ച് കിടത്തിയപ്പം അയാൾ ആ തീ അണഞ്ഞു. അപ്പം വീണ്ടും തീ കണ്ടപ്പോഴാണ് പുറകിൽ നോക്കുന്നത്. അപ്പോഴാണ് പുറകിലാണ് ആ കുട്ടി കിടന്നത്. അങ്ങനെ ആ കുട്ടി അവിടെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു. ആ ഷീറ്റ് എടുത്ത് പുറത്ത് അടച്ച് തീ കുറച്ച് അണഞ്ഞപ്പോൾ മോള് വെള്ളം കൊണ്ടുവന്ന് വീഴ്ത്തി. തീ അണഞ്ഞ സമയത്ത് ഇയാൾ ഇവിടുന്ന് എഴിച്ച് നടന്നു പോയാണ് ആ കിണറ്റിൽ ചാടുകയാണ് ചെയ്തത്. ചേട്ടൻ ഈ സംഭവം നടന്ന ഇവിടേക്ക് ഈ മകളിൽ എന്തെങ്കിലും ഒച്ചപ്പാട് കേട്ടാണോ അതോ ഈ ഒരു തീയുടെ വെട്ടം കണ്ടിട്ട് വരികയായിരുന്നു? കണ്ട് അപ്പോഴും ഒരു സൗണ്ട് അലർച്ച കേട്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓടി വന്നത്. അപ്പോഴാണ് മോളെ വെളിയും കണ്ടത്. ഈ വരുമ്പോഴത്തേക്കും ഈ ബിനുവിനായിരിക്കണം ഈ ഇത്തരത്തിൽ പൊള്ളലേറ്റ് കിടക്കുന്നതാണ് ആദ്യം കണ്ടത്. ആദ്യം ബിനുവിനെയാണ് കണ്ടത്. ബിനുവിനെ കത്തണ സ്ഥലം കണ്ടവൻ തിരിച്ചിട്ട് ഭാഗം തറയിലായപ്പോൾ അതങ്ങ് അണഞ്ഞു. അപ്പോഴാണ് ഞാൻ മറ്റേ ആളിനെ കാണുന്നത് തന്നെ. അങ്ങനെയാണ് അയാളെയും അണച്ചത് തീ. ഈ സരിത എന്ന സ്ത്രീയുടെ പുറത്തേക്കും ഈ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തുണി വിരിച്ചതും ചേട്ടൻ തന്നെയായിരുന്നു? അത് മകളും ആ സമയത്തൊപ്പം ഉണ്ടായിരുന്നു? ആ സമയം മോളുണ്ടായിരുന്നു. മോളുടെ ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. മോള് വെള്ളം എടുത്തുകൊണ്ടിരുന്നു. അപ്പം വെള്ളം കൊണ്ടുവന്ന് തകട് മാറ്റിയിട്ട് വെള്ളം വീഴ്ത്തിയപ്പോൾ തന്നെ ആ തീ അങ്ങ് അണഞ്ഞു. തകട് വെച്ചപ്പോൾ തന്നെ ഏകദേശം തീ അങ്ങ് താന്ന സമയമായിരുന്നു. ചേട്ടൻ കാണുന്ന സമയത്ത് ഈ ഒരു സ്ത്രീക്ക് ബോധമുണ്ടായിരുന്നു? എന്തെങ്കിലും പറയാനായിട്ട് ശ്രമിച്ചിരുന്ന മകളോടോ ആരോടെങ്കിലും? അപ്പോഴും പറഞ്ഞതാണ്, അല്ല ഇങ്ങനെ പൊതുവിലാണ് പറഞ്ഞത്. എൻ്റെ മോളെ നോക്കിക്കൊള്ളണം, ഞാൻ മരിച്ചു പോകും, ഞാൻ ഇനി ഇത് ജീവിക്കുന്നു, അങ്ങനത്തെ സംസാരമായിരുന്നു. മോളെ നോക്കണമെന്നാണ് സരിത അവസാനമായിട്ട് പറഞ്ഞത്. ഈ ബിനുവിനെ ഇതിനു മുൻപ് ഈ ഒരു പ്രദേശത്തോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇല്ല. സരിത നിലവിൽ ഈ സരിത എന്ന ഈ ചേച്ചി ഇവിടെ ഒരു പബ്ലിക് സ്കൂളിൽ ആയിട്ട് ജോലി ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. ബിനുവിൻ്റെ മക്കൾ അതേ സ്കൂളിൽ തന്നെ പഠിക്കുന്നുവെന്നും അറിയാൻ കഴിയുന്നു. ഇപ്പോഴാണ് അറിയണം. അതിനെക്കുറിച്ച് എനിക്ക് മറ്റൊന്നും അറിയില്ല. നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. ആരൊക്കെയായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത്? അത് സരിതയുടെ അമ്മ, സരിതയുടെ മോള്, ഒരു 3 പേര് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഈ അയൽവാസികളായിട്ടൊക്കെ നല്ലൊരു സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്ന ആൾക്കാരാണ്? നല്ല ബന്ധമാണ്. നമ്മൾ പഴയ ഇവിടെ താമസക്കാരാണ്. അപ്പോൾ എല്ലാവരുമായിട്ടും നല്ല ബന്ധമുള്ള ആൾ തന്നെയാണ്. ബിനുവിന് ഇതിന് മുൻപ് എങ്ങും ഈ ഒരു പരിസരത്ത് കണ്ടിട്ടുമില്ല? ഇല്ല, അങ്ങനെ കണ്ടതായിട്ട് ഒരു ഓർമ്മയില്ല. വല്ലാതെ നടക്കുന്നൊരു കാഴ്ചയും ഓർമ്മയൊക്കെ ആയിപ്പോയി കാണും. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. അതങ്ങനെ തന്നെയാണ്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ള മാനസികാവസ്ഥ ഒരു ഇല്ലാത്തത് തന്നെ. എന്തായാലും വളരെ ദാരുണമായ സംഭവം തന്നെയാണ് ചെങ്കോട്ടുകോണത്ത് സംഭവിച്ചത്. വളരെ ആസൂത്രിതമായി തന്നെയാണ് ഈ ഒരു യുവാവ് ഇത്തരത്തിലൊരു അപായം നടത്തിയതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അയൽവാസിയായ സുരേഷ് എന്ന ചേട്ടൻ പറയുന്നത് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ അയൽപക്കത്തുള്ള എല്ലാ വീട്ടുകാരുമായി നല്ലൊരു ബന്ധം സൂക്ഷിച്ചിരുന്ന, സാധാരണ അയൽപക്കത്തുള്ള വീട്ടുകാരുമായി ആ ഒരു സൗഹൃദ ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തി തന്നെയായിരുന്നു ഈ സരിതയും അതുപോലെ തന്നെ ഈ ഒരു കുടുംബവും. സരിതയുടെ അമ്മയും മകളുമാണല്ലേ ഇവിടെ താമസിച്ചിരുന്നത്? തന്നെയാണ്. മകളും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ആ സമയത്ത്. പിന്നെ അമ്മയല്ലേ, അവളും വളരെ ഇതായിരുന്നു. നേരിട്ട് കണ്ടു നിൽക്കുകയാണ്. അതാണ് മോളെന്നല്ല, നേരിട്ട് കണ്ട് അവളാണ് വെള്ളം എടുത്തുകൊണ്ട് വന്നത് തന്നെ. ഇപ്പോൾ ഇവിടുത്തെ ഈ കുടുംബാംഗങ്ങളൊക്കെ എങ്ങോട്ട് മാറിയിരിക്കുകയാണെന്ന് അറിയാമോ? അത് സഹോദരൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. ഇപ്പോൾ അവിടെയാണ്, അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. അവിടെയാണ് ബോഡി എല്ലാം കൊണ്ടുവരാൻ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും സരിത എന്ന ഈ ഒരു സ്ത്രീ അവസാനമായി പറഞ്ഞത് തൻ്റെ മകളെ നോക്കിക്കോണം, അത് വളരെ വ്യക്തമായ രീതിയിലല്ലെങ്കിൽ പോലും ആ ഒരു താൻ മരണപ്പെടുമെന്നൊരു ബോധ്യത്തിൽ തൻ്റെ മകളെ നോക്കിക്കോണം എന്നുള്ള രീതിയിലാണ് അവസാനമായി സംസാരിച്ചതെന്ന് ഈ അയൽവാസിയായ സുരേഷ് ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്നു. വല്ലാത്തൊരു ഓർമ്മ തന്നെയായി ഈ അയൽക്കാർക്കുമെല്ലാം ഈ ഒരു സംഭവം മാറിയിരിക്കുകയാണ്. ആദ്യമായി വരുമ്പോൾ ഈ ബിനുവിനെയാണ് സുരേഷ് ഈ ഒരു അയൽവാസി കാണുന്നത്. ആ സമയത്ത് ബിനുവിൻ്റെ ഭാഗങ്ങളിൽ ഈ ഒരു ഇടുപ്പിൻ്റെ ഭാഗങ്ങളിലൊക്കെ തീ പടർന്ന് പിടിക്കുകയായിരുന്നു. പിന്നീട് പുറകിലേക്ക് നോക്കുമ്പോൾ സരിതയും വലിയ രീതിയിൽ തന്നെ തീപ്പൊള്ളലേറ്റ് കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ഇയാൾ തന്നെ എണീച്ച് നടന്നുപോയി ആ കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. അതിന്റെ ഒരു കാര്യം എന്താ? ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പുള്ളിക്കാരെ അഴിച്ച് കൂളായിട്ട് നടന്നു പോയി തന്നെ പൊള്ളലേറ്റിട്ടില്ലായിരുന്നു അയാൾക്കും? അല്ല, അപ്പോഴും നമുക്ക് അറിയില്ലായിരുന്നല്ലോ, വെട്ടം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ടും അറിയില്ലായിരുന്നു. അപ്പോഴും തന്നെ പുള്ളിക്കാരൻ നടന്നു പോയി കൂളായിട്ട് അങ്ങോട്ട് ചാടുകയാണ് ചെയ്തത്. പിന്നെ ഫയർഫോഴ്സ് ഒന്ന് പുറത്ത് എടുത്തപ്പോഴാണ് നമ്മൾ ഈ പുള്ളിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് കാണാൻ പറ്റിയത്. ആ സമയത്തൊക്കെ ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു? ആ സമയത്ത് ഈ കിണറ്റിൽ നിന്ന് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇയാളെ എടുത്ത് പൊക്കുമ്പോൾ ഇയാൾ എന്തെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്തിരുന്നു? അല്ല, അങ്ങനെ ഞാൻ പൊക്കിയ സമയത്ത് വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് വീണ്ടും പുറകിലോട്ട് വരയായിരുന്നു. അപ്പോൾ അവിടെ എന്താ സംസാരം ഞാൻ കേട്ടില്ല. എന്തായാലും വ്യക്തമായ ഇതെന്താണ് ഈ ഒരു അപായപ്പെടുത്തലിന് പിന്നിലുള്ള ഒരു കാരണം എന്നറിയണമെങ്കിൽ ഈ ഒരു വ്യക്തിയും അപകടനില തരണം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ചെങ്കോട്ടുകോണത്ത് സംഭവിച്ചത്. ഈ സമയത്ത് മകളും പ്രായമായ അമ്മയുമാണ് ഈ ഒരു വീട്ടിലുണ്ടായിരുന്നത്. കുടുംബാംഗങ്ങളൊക്കെ ഇപ്പോൾ കുടുംബ വീട്ടിലേക്ക് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇനി ബിനുവിൻ്റെ അപകടനില തരണം ചെയ്തതിന് ശേഷം, ബിനുവിൻ്റെ മൊഴിയെടുപ്പിന് ശേഷം മാത്രമേ ഈ ഒരു അപായപ്പെടുത്തലിന് പിന്നിലുള്ള വ്യക്തമായ കാരണം അറിയാൻ സാധിക്കുകയുള്ളൂ. ചെങ്കോട്ടുകോണത്ത് നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് TV.